നമസ്കാരം. ലോകത്ത് ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. പണ്ട് മുതലേ തന്നെ അവിടെ വീടുകൾ നിർമ്മിക്കുമ്പോഴും ഓഫീസ് കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോഴും ഒക്കെ തന്നെ ഭൂകമ്പത്തെ നേരിടാൻ തക്ക സംവിധാനങ്ങളോട് കൂടി തന്നെയാണ് അവയെല്ലാം തന്നെ പണി പൂർത്തിയാക്കുന്നത്. ജപ്പാനിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഭൗമ കേന്ദ്രങ്ങളുമൊക്കെ തന്നെ എപ്പോഴാണ് അടുത്ത ഭൂകമ്പം ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, അടുത്ത 30 വർഷത്തിനുള്ളിൽ, അതായത് 30 വർഷത്തിന് ശേഷം ജപ്പാനിൽ അതിശക്തമായ തോതിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടാകുമെന്നാണ്. ഏതാണ്ട് 3 ലക്ഷത്തോളം പേർ ഈ ഭൂകമ്പത്തിൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരു നിഗമനം. ഭൂകമ്പം മാത്രമല്ല, സുനാമി അതോടൊപ്പം അനുഭവപ്പെടും എന്നാണ് ഇപ്പോഴേ വിദഗ്ധർ പ്രവചിച്ചിരിക്കുന്നത്. ഏതായാലും ജപ്പാൻ സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ അവർ അതിനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുകയും സർക്കാർ മാത്രമല്ല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോടും വ്യവസായികളോടും ഒക്കെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും അതിനുള്ള സഹായ സഹകരണങ്ങൾ നൽകാനും ഇപ്പോഴേ തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഭൂകമ്പത്തിൻ്റെ ദുരന്ത ഫലങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു ജനതയാണ് ജപ്പാനിലേത്. അവർക്ക് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്താനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇപ്പോഴേ ഒരു ഒരുക്കുകയാണ്. പ്രധാനമായും അവിടെ ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ, സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് ഒരു ഏറ്റവും ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ മറ്റ് ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കുക, ആശുപത്രികൾ ഒരുക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇപ്പോഴേ അവർ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ജപ്പാൻ എന്ന രാജ്യത്തെ നമ്മളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാം. 30 വർഷങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു ദുരന്തത്തെ ഇപ്പോൾ തന്നെ നേരിടാൻ തയ്യാറെടുപ്പ് നടത്തുക എന്ന് പറയുമ്പോൾ അത് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അസൂയാവഹമായ കാര്യം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ജപ്പാനിലെ നങ്കായ് ടൗ എന്നറിയപ്പെടുന്ന ഒരു മേഖലയിലാണ് ഈ ഒരു ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മേഖലയിൽ നിരന്തരമായ ഭൂകമ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതെല്ലാം തന്നെ ജപ്പാനിലെ ശാസ്ത്രജ്ഞന്മാർ കൃത്യതയോടുകൂടി തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായി അവിടെ ഭൂകമ്പം ഉണ്ടായത് 1946-ലാണ്. ഇതിൻ്റെ ഫലമായി അന്നും വലിയ തോതിലുള്ള ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 100 മുതൽ 200 വർഷങ്ങൾ വരെ ഇടവിട്ടാണ് ഈ മേഖലയിൽ പലപ്പോഴും ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുള്ളത് എന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. 2011 ജപ്പാനിലൊരു വലിയൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു. അന്ന് ഏതാണ്ട് 15,000-ഓളം പേരാണ് മരിച്ചത്. എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയിട്ട് പോലും അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ ജപ്പാൻ സർക്കാർ അന്ന് നടുക്കം രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഭൂകമ്പത്തിൻ്റെ ഫലമായി സുനാമി ഉണ്ടായപ്പോൾ ആ വെള്ളപ്പൊക്കത്തിൽ ജപ്പാനിലെ ഒരു പ്രധാനപ്പെട്ട ആണവ റിയാക്ടറിന് ചോർച്ചയുണ്ടായി എന്നുള്ളതും അന്ന് സർക്കാരിനെ ഞെട്ടിപ്പിച്ചിരുന്നു. വലിയ തോതിലാണ് അന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നത്. എങ്കിലും ആ പ്രശ്നം അന്ന് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇനി അങ്ങോട്ട് 30 വർഷത്തിന് ശേഷം നടക്കാനിരിക്കുന്ന ഭൂകമ്പത്തെയും എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് അവരിപ്പോഴേ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുള്ളത്. എത്രയും വേഗം യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കാനാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം 30 വർഷത്തിനുള്ളിൽ ഇത് സംഭവിക്കുക, അല്ലെങ്കിൽ 30 വർഷത്തിന് ശേഷമായിരിക്കാം സംഭവിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ നടത്തിയാൽ നാളെ ഭൂകമ്പം വന്ന് എത്തുമ്പോൾ നമ്മളൊന്നും പേടിക്കേണ്ടതില്ല എന്ന് ജപ്പാൻ ജനതയെ ആശ്വസിപ്പിക്കുന്നത് കൂടിയാണ് ഈ തരത്തിലുള്ള ജപ്പാൻ സർക്കാർ നടത്തുന്ന തയ്യാറെടുപ്പുകൾ.